ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും നല്ല കഴിവുള്ള, ഇത്രയും നല്ല യങ്ങായിട്ടുള്ള ഒരു യൂണിറ്റ് മെമ്പർമാരുള്ള പാലാ യൂണിറ്റിനെ കോട്ടയം ജില്ലയുടെ പേരിൽ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സമയം ഇതുവരെ അഭിനന്ദിക്കുന്നു. കൂടാതെ സംഘടനാ പ്രവർത്തനം ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഇന്ന് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തലയിരിക്കുമ്പോൾ വാലാടാൻ പാടില്ല എന്ന സംഘടനയുടെ നിലപാടിൽ അധ്യക്ഷൻ കഴിഞ്ഞാൽ ജില്ലയുടെ സമാരാധനായ ജില്ലാ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിനാണ് ഈ അർഹതയുള്ളത്. അപ്പൊ അദ്ദേഹം ഉള്ളപ്പോൾ പോലും അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി ഞാൻ ഈ കാര്യം ഏറ്റെടുത്തതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സംഘടന എന്തിനാണ്, സംഘടന എന്തുകൊണ്ടാണ് നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത്? ഇതൊരു ചോദ്യചിഹ്നമാണ് നമ്മുടെ മുമ്പിൽ. സംഘടനയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്ത് ലാഭം, എന്ത് നഷ്ടം എന്നുള്ളത് ഞാൻ മറ്റാരെയും ചൂണ്ടിക്കാണിക്കാറില്ല. ഞാൻ എന്നെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയാണ്. കാരണം ഈ സംഘടനയിലൂടെ വളർന്ന് ഇവിടെ വരെ എത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാൻ കഴിയും. എനിക്ക് ചുറ്റും എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരേക്കാൾ ഉപരിയായിട്ട് ഈ സംഘടനയിൽപ്പെട്ട കോട്ടയം ജില്ലയിലും കേരളം ഒട്ടുക്കും ഒട്ടനവധി ആത്മസുഹൃത്തുക്കൾ നമുക്ക് കിട്ടിയ ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. പാലായിൽ പോലും നിങ്ങൾക്കറിയാം, പാലായിൽ എനിക്ക് എന്റെ സഹോദര തുല്യമുള്ള ഈ ബിബിനും ബിജോയും ബേവിച്ചായനും ചായനും ഒക്കെ ഏത് വിളിപ്പുറത്തും ഒരുപോലെ നിന്ന് കട്ടയ്ക്ക് നിൽക്കുന്ന സഹോദരങ്ങളെ പോലെ നിൽക്കുന്ന ഈ സഹപ്രവർത്തകർ അവരുള്ളപ്പോൾ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തിയാണ്, വലിയൊരു നന്മയാണ്. സംഘടന അതാണ്. സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും സ്വന്തം പോക്കറ്റിൽ നിറയ്ക്കാനും വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തനമല്ല. KHRയിൽ നിന്നുള്ള വകതിരിവ്, ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. തീർച്ചയായിട്ടും ഇന്നിപ്പോ കണക്ക് വായിച്ചപ്പോൾ കണക്കിനകത്ത് ഞാൻ കണ്ടു ഏതാണ്ട് 58,000 രൂപ പാലാ യൂണിറ്റിൽ ബാലൻസ് ഉണ്ട്. 12 വർഷം മുമ്പ് നമ്മൾ കോട്ടയം ജില്ലയുടെ ചാർജ് ഈ കമ്മിറ്റി എടുക്കുമ്പോൾ, ഈ ഇരിക്കുന്ന കമ്മിറ്റി 12 വർഷം മുമ്പ് കമ്മിറ്റി ചാർജ് എടുക്കുമ്പോൾ 1.25 ലക്ഷം രൂപ ബാധ്യതയിലായിരുന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോട്ടയം ജില്ല. യൂണിറ്റുകളിലൊന്നും ചില്ലിക്കാശ് പോലില്ല. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു, നമ്മളിപ്പോ എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ 1-ാം നമ്പറിൽ പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ് കോട്ടയം എന്ന ചങ്കൂറ്റത്തോടുകൂടി പറയാൻ പറ്റും. കാരണം അടുക്കും ചിട്ടയോടും കൂടി കൃത്യതയോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കൃത്യമായി നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് നീങ്ങുന്ന ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. അതിന്റെ ഉദാഹരണമാണ് നിങ്ങൾ ഇത്ര മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ ആദ്യം ഒരു യൂണിറ്റിൽ മധുചേട്ടൻ ഉള്ള കാലത്ത് ഞാൻ മിൽക്ക് ബാറിൽ ഒരു യൂണിറ്റ് മീറ്റിംഗിന് വന്നിരുന്നു. അതായത് ഒരു 12-13 വർഷം മുമ്പ്. വേവിച്ചാൻ ഓർമ്മയുണ്ടാവും. ഒരു ആൽമരത്തിന് ചോട്ടിന് മേലോട്ട് കയറി പോകണം, ഇങ്ങനെ മറങ്ങിക്കിറങ്ങുക എന്റെ ഓർമ്മയാണ്. അന്ന് യൂണിറ്റിൽ പങ്കെടുത്തത് വെറും 13 പേര്. ആ യൂണിറ്റ് മീറ്റിംഗിൽ പങ്കെടുത്ത 13 പേരെ എനിക്ക് ഓർമ്മയുണ്ട്. ആ 13 പേരിൽ നിന്ന് ഇന്ന് ഏതാണ്ട് 50ഓളം പേര് ഇരിക്കണമെന്നുണ്ടെങ്കിൽ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ എത്ര ചിട്ടയോടെ, എത്ര അടുക്കോടെ നടക്കുന്നു എന്നുള്ള തെളിവാണ് നിങ്ങൾ ഈ വിലയേറിയ സമയം തന്നിരിക്കുന്നത്. സംഘടന അതാണ്. സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുദ്രാവാക്യത്തിനകത്ത് പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് ഒന്ന് പറഞ്ഞാൽ കടകളടയ്ക്കും, പുറത്തിറങ്ങും. നമ്മൾ പറയണമെങ്കിൽ നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് ജില്ലകൾ നീങ്ങുകയും അത് യൂണിറ്റുകൾ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സംഘടനയാകുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ നിർത്തിവെക്കാനുണ്ട്. നമ്മൾ ചെയ്തു പോയ ഒട്ടനവധി കാര്യങ്ങൾ, എത്രയോ നന്മയുടെ വഴികളിലൂടെ നമ്മൾ കടന്നുപോയി, എത്രയോ തിക്താനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, എത്രയോ പീഡനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അവിടെ നിന്നും തളരാതെ നിന്നത് നമ്മുടെ നേതൃത്വം, സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വം. നിങ്ങൾ കാണുന്നുണ്ട്, ഈ ഭരണസമിതിയിൽ ഇരിക്കുന്ന ചുറുചുറുക്കുള്ള ഈ നിരയെ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു സെക്രട്ടറിയും ഒരു പ്രസിഡന്റും മാത്രമല്ല, 2-ാം നിരയും 3-ാം നിരയും 4-ാം നിരയുമുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. ആ ജില്ലയോട് ഞങ്ങൾ പറയും, സംസ്ഥാന തലത്തിൽ പോകുമ്പോൾ പറയാറുണ്ട്, കോട്ടയത്തോട് ടക്കറടിക്കരുത്, കോട്ടയത്തെ മുട്ടാൻ വരരുത്. കാരണം കോട്ടയം ജില്ല എപ്പോഴും കോട്ടയം ജില്ലയാണെന്ന് പലതവണയും നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ സുരക്ഷാ പദ്ധതി, അതിനെ കുറിച്ചൊക്കെ പറയാൻ ആളുണ്ട്. സുരക്ഷാ പദ്ധതി ഏറ്റവും ഭംഗിയായിട്ട് നന്നായിട്ട് നടത്തിയ ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല. 95% ആൾക്കാരുടെയും ഫണ്ടുകൾ അടഞ്ഞു കഴിഞ്ഞു. 800 രൂപ വെച്ചും ഏകദേശം ഒരു 75% വേണ്ട അടഞ്ഞു കഴിഞ്ഞു. നമ്മൾ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ
അത് 100% അംഗീകരിച്ചുകൊണ്ട് അതിനെ ശിരസാ വഹിച്ചുകൊണ്ട് നമ്മൾ നടപടിയെടുക്കുന്ന നടത്തിപ്പഴിക്കുന്ന യൂണിറ്റുകൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം എനിക്ക് പുറകിൽ ഒത്തിരി പേര് പ്രസംഗിക്കാൻ ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചുരുക്കുക. ഞാൻ ഈ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ബോംബെയിൽ ഒരു യാത്ര ചെയ്തു. ബോംബെ യാത്ര ചെയ്തപ്പോൾ ഞാൻ ഒരു 10-35 വർഷം മുമ്പായിരുന്നു ബോംബെ പോയത്. അതിനുശേഷം ഞാൻ ഈ പെട്ടെന്നുണ്ടായ ഒരു യാത്രയിൽ പോയപ്പോൾ നമ്മളൊക്കെ കച്ചവടം ചെയ്യുന്നെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മളൊക്കെ കച്ചവടം ചെയ്യുന്നെങ്കിൽ നമ്മൾ ഈ പാലായും കോട്ടയൊക്കെ വിട്ടിട്ട് ബോംബെയിൽ പോയി കച്ചവടം ചെയ്യും. 6 മാസം ചെയ്താൽ മതി. വെറും 6 മാസം ചെയ്തിട്ട് ഈ കിട്ടുന്ന അതിനകത്തുനിന്ന് കിട്ടുന്ന ലാഭവിഹിതം കൊണ്ട് നമുക്ക് വേണ്ട കറങ്ങി തിരിഞ്ഞു വരാം. ഉദാഹരണങ്ങൾ പലതാണ്. ഈ പറയുന്ന GSTയും ഈ പറയുന്ന സെൽ ടാക്സും ഈ പറയുന്ന ഹെൽത്തും ഈ പറയുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റിയും ഉള്ള രാജ്യത്താണ് നമ്മൾ ജോലി ചെയ്യുന്ന അവർ ജോലി ചെയ്യുന്നതെങ്കിൽ, ഒരു രാജ്യം ഒരു നിയമമെങ്കിൽ, ബോംബെയിൽ ഇന്നും ഗുണ്ടായിസം നടക്കുന്നു, അത് ഹോട്ടലിൽ എത്രമാത്രം നടത്തുന്നു എന്നുള്ളതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിന്റെയും ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടലിന്റെയും ബില്ല് എന്തെങ്കിലുണ്ട്. അത് നിങ്ങളെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവ് തരുന്നതിന് വേണ്ടിയാണ്. ഡർ എന്ന് പറഞ്ഞാൽ പേടി എന്ന് പറയുന്നത് അതില്ല. നമുക്ക് പേടിയുണ്ട്, അവർക്ക് പേടിയില്ല. ഇനി വേറൊരു കാര്യം കാണിക്കാം. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലിന്റെ വില. വെജിറ്റേറിയൻ ഹോട്ടലിലെ ഒരു ചായയുടെ വില 47 രൂപ 61 പൈസ GST കൊടുക്കുന്നില്ല. പിടിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് പ്രൂഫ് ചെയ്യുന്നത് ചോദിച്ചാൽ ചില കാര്യങ്ങൾ ഞാൻ വാക്കാൻ പറഞ്ഞ് ആകാശത്തോടെ വെടിവെക്കാറില്ല. അപ്പൊ ഞാൻ കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് ഈ വ്യവസായം ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് വ്യവസായം ചെയ്യുന്നത്? ചാരിറ്റിയാണോ? ദേശസേവനമാണോ? അതോ നമ്മുടെ കുടുംബം നന്നായിട്ട് പോറ്റാനാണ്? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ശമ്പളം കൊടുക്കാനാണോ? തിരിച്ചറിയണം. നമ്മൾ വ്യവസായം ചെയ്യുന്നത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നമ്മുടെ അനന്തരാവകാശികളായിട്ടുള്ള നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് കൂടെ വിഹിതിച്ചു കൊടുക്കാനും അവരെ സുരക്ഷിതരാക്കാനും വേണ്ടിയാണ്. പാലായി എന്ന് പറയുന്ന പുണ്യസ്ഥലമാണ് കോട്ടയത്തിന്റെ. ചങ്ങനാശ്ശേരി പോലെ തന്നെ പാലായി ഒരു പുണ്യസ്ഥലമാണ്. അതിന്റെ മേന്മ നിങ്ങൾക്ക് ഉണ്ടാകണം. സംഘടനാ പ്രവർത്തനത്തിലും നമ്മുടെ സംഘടന ചാരിറ്റി സംഘടന എന്ന് ഞാൻ പറയും. എത്രയേറെ ചാരിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ സുരക്ഷാ പദ്ധതി നമ്മുടെ മെമ്പർമാരെ കാക്കാനും നമ്മുടെ മെമ്പർമാരുടെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെ കാക്കാനും വേണ്ടി 10 ലക്ഷം രൂപയുടെ സുരക്ഷാ പദ്ധതി, അതിനെക്കുറിച്ചും അദ്ദേഹം പറയും. ഞാൻ പറയുന്നത് നമ്മൾ ചെയ്ത നന്മകൾ വിളിച്ചു പോവുകയല്ല. ഈ കെടുതികളൊക്കെ വന്നു, വയനാടിന്റെ ദുരന്തം വന്നു. 41 ദിവസം നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചണിൽ ആഹാരം വെച്ച്, കോട്ടയത്തൊന്നും ഞങ്ങൾ 3 ദിവസം അവിടെ പോയി കിടന്ന് ആഹാരം വെച്ച് കൊടുത്തു. ഏത് സംഘടനയുണ്ട്, ഏത് രാഷ്ട്രീയ സംഘടന, ഏത് മതസംഘടനയുണ്ട്? ഒരു അപകടം വരുമ്പോൾ ആ ദിവസം 24 മണിക്കൂറിനുള്ളിൽ അവിടെ ഓടിയെത്തുന്ന ഏത് സംഘടനയുണ്ട്? ഇവിടെ വെള്ളപ്പൊക്കം വന്നു. 2018-19 കാലങ്ങളിൽ വെള്ളപ്പൊക്കം വന്നു. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നയിക്കുന്നതും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ്. നിങ്ങൾ തിരിച്ചറിയണം, മറ്റൊരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റാത്ത അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്തേക്കാൻ പറ്റിയ ഒരേ ഒരു സംഘടന കേരളത്തിലുണ്ടെങ്കിൽ, ഇന്ത്യയിലുണ്ടെങ്കിൽ അത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഞാൻ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി കടപ്പാട് വരയ്ക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയച്ചാല്. 3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, സുരക്ഷാ പദ്ധതി. അതിനെക്കുറിച്ച് പറയാൻ ആർസി നായരുണ്ട്, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാലായിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നടക്കുകയും ഇത്രയും ആൾക്കാരെ തന്നെ പൈസ അടച്ച് നിങ്ങൾ അതിനകത്ത് വളരെ താല്പര്യം ആ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കി നടത്തിയതിൽ നിങ്ങളെ എല്ലാവരെയും ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ചെയ്ത കാര്യങ്ങളിൽ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമല്ലോ. കരിമ്പുറം 3000 രൂപ വൺ ടൈം ആനുവൽ പ്രീമിയം. ആ പ്രീമിയത്തിന് 10 ലക്ഷം രൂപയുടെ സുരക്ഷയാണ് നിങ്ങൾക്ക് നൽകുന്നത്. രണ്ടാമത്തെ കാര്യവും ചെറിയ രീതിയിൽ പറഞ്ഞു, വിലക്കയറ്റം എന്നതിനെ കുറിച്ച് നിങ്ങൾ ഈ കണ്ടുകൊണ്ട് ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല. വിലക്കയറ്റം ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വൈകുന്നേരം കടയടച്ചിട്ട് പോകുമ്പോൾ എനിക്ക് എത്ര ബാലൻസ് കിട്ടുന്നുണ്ട്, എന്റെ അപ്പുറത്തെ കടക്കാരൻ ചാറ് ഒഴിച്ച് പൊറോട്ട കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ചാറ് കൊടുക്കണം. അതിന്റെ കഥ ഞാൻ 3ാമത്തെ കാര്യം പറയുമ്പോൾ വരാം. അവരെ വിട്ടേക്കുക. കൃത്യമായ ക്വാളിറ്റിയിലും നല്ല രീതിയിലും അടുക്കള മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെ കൊടുക്കുന്നോ ആ രീതിയിൽ തന്നെ കസ്റ്റമർക്ക് കൊടുക്കുവാൻ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ഭക്ഷണം ക്വാളിറ്റിയിൽ കൊടുത്താൽ വില ഒരു പ്രശ്നമല്ല. ആൾക്കാർ വന്ന് കടയിൽ വന്ന് കഴിക്കും.
ആ രീതിയിൽ തന്നെ കടയിൽ ഫുഡ് കൊടുത്ത് നിങ്ങൾക്ക് വൈകുന്നേരം 10 രൂപ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം മേടിക്കാനുള്ള തുകയെങ്കിലും രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ പുകയെടുപ്പിന്റെ വാതിൽക്കൽ നിൽക്കുന്ന നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് സംഘടന പറയുന്നത് കൃത്യമായ കണക്കുണ്ടാകണം. സ്റ്റോർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോറിൽ നിന്ന് പോകുന്ന എണ്ണ ഉൾപ്പെടെയുള്ള എണ്ണയുടെയൊക്കെ വിലക്കയറ്റം നിങ്ങൾക്കറിയാം. ഷാഹുലൊക്കെ പറയാം അതിനെ കുറിച്ച്. അത്രയും വിലക്കയറ്റം ഉള്ളിടത്ത് നിങ്ങളുടെ അകത്തളങ്ങളിൽ നിന്നും നിങ്ങളുടെ സ്റ്റോറിൽ നിന്നും നിങ്ങളുടെ സ്കിൽഡ് ലേബേഴ്സ് അല്ലാത്ത, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പണ്ടുണ്ടായിരുന്ന നമ്മുടെ ലേബേഴ്സിനെ സ്കിൽഡ് ലേബേഴ്സ് എന്ന് വിളിക്കായിരുന്നു. ഇപ്പൊ ഹിന്ദിക്കാരോട് ചോദിച്ചാൽ 1 ലിറ്റർ പാലിൽ എത്ര ചായ കിട്ടുമെന്ന് ചോദിച്ചാൽ അവൻ മേളിലോട്ട് നോക്കും. മേളിലോട്ട് നോക്കാൻ കാര്യം ചെവി മറ്റേത് വെച്ചിരിക്കുക പാട്ട്. അപ്പൊ അവനോട് ചോദിച്ചാൽ ഇവൻ അറിയത്തില്ല. അപ്പൊ വൈകുന്നേരം കടയിൽ നാം പറയും 4 പാക്കറ്റ് ഓയിൽ തരാൻ പറഞ്ഞാൽ നമ്മൾ കമ്പനി നെറ്റ് കൊടുക്കുന്നു. ആ പോയ ഓയിലിനുള്ള ഔട്ട്പുട്ട് നമ്മുടെ കടയിൽ ഉണ്ടായോ? എത്ര പേർക്കറിയാം? പ്രായമുള്ളവരിക്കുന്ന സീനിയേഴ്സ് ആയവർക്കല്ല. പക്ഷെ പുതിയതായി വരുന്ന പല ചെറുപ്പക്കാരും പെട്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ആഷ് കളർ പെയിന്റ് അടിച്ച് മേളിൽ ഒരു ബ്ലാക്ക് അടിച്ച് 4 കയറും തൂക്കി മഞ്ഞ ബൾബ് ഇട്ട് 25-35 ലക്ഷം രൂപ മുടക്കി കൂട്ടുകാരുടെ 4 ഓടി 3 ബെൻസും കടയിൽ വാർക്കലിട്ട് പുതിയ കട ആരംഭിക്കും. ആരംഭിച്ച് 2 മാസം കഴിയുമ്പോൾ തിരിച്ച് അതേപോലെ ഗൾഫിലോ മറ്റു രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തുകയല്ല. കാര്യം ഇതിനകത്ത് ഇറങ്ങുമ്പോൾ സ്റ്റോക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇവൻ എന്തോ സാധനം വെച്ചാണ് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്, കൃത്യമായ പ്രൈസിംഗിലാണോ നമ്മൾ ഇത് വാങ്ങുന്നത്, ഇതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ലാതെ ഈ വ്യവസായത്തിലേക്ക് വരുന്ന ധാരാളം പേരുണ്ട്. ഇവിടെയുള്ള ആരും ആ കൂട്ടത്തിൽ പെടുന്നതല്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് GSTയുടെ പുതിയ നിയമം, അതിന്റെ ചർച്ച വരുന്നുണ്ട്. അതാണ് ഞാൻ അതിനകത്ത് പറയാമെന്ന് പറഞ്ഞത്. ഏക്കാലും ബേച്ചാനൊക്കെ പറഞ്ഞ പ്രകാരം അതിന്റെ കാര്യം കൂടെ എന്താണ് GSTയുടെ പുതിയ നിയമം വന്നിരിക്കുന്നത്? നമ്മള് 40 ലക്ഷം രൂപ ഇതിനകത്ത് GST രജിസ്ട്രേഷൻ ഇല്ലാത്ത എത്ര പേരുണ്ടോ ഒന്ന് കൈവക്കാമോ? വളരെ സന്തോഷം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പൊറോട്ടയും ചാറും കൊടുക്കാം. ആരും നിങ്ങളെ ഒന്നും ചെയ്യുകയല്ല. പക്ഷെ 2 കണ്ടീഷൻ ഉണ്ട്, അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. GST രജിസ്ട്രേഷൻ ഡെയിലി 5555 രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ കച്ചവടമെങ്കിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് കേട്ടോ. ഡെയിലി 5555 രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ കച്ചവടമെങ്കിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കുക വേണ്ട. പക്ഷെ നിങ്ങളുടെ കടയില് എത്ര സ്റ്റാഫ് ഉണ്ടാവും? നിങ്ങളും നിങ്ങളുടെ ഭാര്യ അല്ലെ അമ്മ സഹോദരങ്ങൾ മാത്രമാണോ പണിയുന്നത്? മൂന്നാമതൊരാളെ വെച്ചാൽ മിനിമം വേജസ് ആക്ട് പ്രകാരം അയക്കുള്ള സാലറി നിങ്ങൾ കൊടുക്കുന്നത് കണക്കിൽ വരും. 4 മണിക്കാരാണ് 4 മണിക്കാരുടെ ശമ്പളം ഏറ്റവും കുറഞ്ഞൊരു 4000 അല്ലെ 32 3200 രൂപ കണക്കിൽ വരും. അപ്പൊ 5000 താഴെ കച്ചവടം ഉള്ളവന് 3200 രൂപ ശമ്പളം കൊടുക്കുന്നു. വിലപേക്ഷായി 2 മാസം 35000 രൂപ അല്ലെ 25000 രൂപ കറണ്ട് ചാർജ് വരുന്നു. ബഹുകേമം. വെള്ളത്തിന്റെ ചാർജും ഏതാണ്ട് അതിനടുത്ത് തന്നെ. കൂടാതെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ സ്വന്തം ഗൂഗിൾ പേ കൊടുക്കും. 10 രൂപയുടെ ബിൽസ് മേടിക്കുന്നവരും ഗൂഗിൾ പേ ചെയ്യും. ഉച്ചയാകുമ്പോൾ മകന്റെ സ്റ്റിക്കർ ഒട്ടിച്ച ഗൂഗിൾ പേ അവിടെ എടുത്തു വെക്കും. വളരെ ഗംഭീരം. 4 മണിയാകുമ്പോൾ ഭാര്യയുടെ ഗൂഗിൾ പേ എടുത്ത് അക്കൗണ്ട് എടുത്ത് അത് വെക്കും. അതും ഗംഭീരം. GST പ്രാക്ടീഷണർമാർ പറഞ്ഞു തരുന്ന ടെക്നിക്കാണ്. പക്ഷെ 22 എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനകത്ത് ഒരു സെക്ഷൻ പ്രകാരം നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ഒക്കെ കണക്ക് പരിശോധിക്കാനുള്ള സംവിധാനം GST ഡിപ്പാർട്ട്മെന്റ് അത് കൃത്യമായി പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ പെട്ടുപോകും. കോട്ടയം ജില്ലയിൽ 3 കടയിലെ ഇൻസ്പെക്ഷൻ വന്നിട്ടുള്ളൂ. വന്ന 3 കടയിലും 40 ലക്ഷത്തിന് മേളിലാണ് ഫൈൻ. 40 ലക്ഷത്തിന് മേളിലാണ് ഫൈൻ. ഓർത്തോടുക. അപ്പൊ ഇനി GST രജിസ്ട്രേഷൻ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടോ ഈ കൂട്ടത്തിൽ? അപ്പൊ നമ്മുടെ ജോലിക്കാരുടെ കാര്യം ഓർക്കണം. എടുക്കുന്ന ഗ്യാസ് കുറ്റിയുടെ ആവറേജ് സെയിൽ ഒരു കുറ്റിയിൽ അവർ കണക്കാക്കുന്ന ഏതാണ്ട് 35,000 രൂപയാണ്. ഇതെല്ലാം പാൻ കാർഡും ആധാറുമായിട്ട് ഒറ്റ ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായ ലിസ്റ്റ് വരും. നിങ്ങളുടെ കടയിൽ GST രജിസ്ട്രേഷൻ നമ്പർ എഴുതി വെക്കണമെന്നുണ്ട്. ഏതൊരു കസ്റ്റമർക്കും അതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെഗുലർ പേയ്മെന്റ് നടത്തുന്ന കസ്റ്റമർ ആണോ അതോ കോമ്പൻസേഷൻ സ്കീം പിന്തുടരുന്ന ആളാണോ, നിങ്ങൾ കഴിഞ്ഞ മാസം എത്ര റിട്ടേൺ ചെയ്തു, കൃത്യമായ കസ്റ്റമർക്ക് അറിയാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പൊ എല്ലാം സുലഭ കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോ പഴയ രീതിയിൽ തട്ടുംപുറത്തിരുന്ന് 3 പൊറോട്ട 4 വട 56 രൂപ പണി നടക്കുകയല്ല. അതാദ്യം മനസ്സിലാക്കുക. കൃത്യമായ നല്ലൊരു GST പ്രാക്ടീഷണറെ ഒരു ഓഡിറ്ററെ കണ്ട് കാര്യങ്ങൾ തുറന്നു പറയാം. പണ്ട് വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയുന്നെന്നാണ് പറയുന്നത്. ഇപ്പം വക്കീലും ഡോക്ടറും GST പ്രാക്ടീഷണറോടും കള്ളം പറഞ്ഞാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ 45 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ഫൈൻ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 സ്കീമാണുള്ളത്. ഒന്ന് കോമ്പൻസേഷൻ സ്കീമും ഒന്ന് റെഗുലർ സ്കീമും. നിങ്ങൾക്ക് 1.5 കോടി രൂപയ്ക്ക് താഴെയുള്ളതാണ് സെയിലെങ്കിൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ സ്കീമിൽ പിന്തുടരാം. ആ കോമ്പൻസേഷൻ സ്കീമിൽ നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സ് 5% ആണ്.
നിങ്ങൾക്ക് കസ്റ്റമറിൽ നിന്ന് കാശ് വാങ്ങാൻ പറ്റില്ല ടാക്സ് എന്നുള്ള രീതിയിൽ. ചില ബില്ലിൽ കാണാം CGST KGST എന്ന് പറഞ്ഞ് 2.5 എന്ന് കാണാൻ പറ്റും. പക്ഷേ കോമ്പോസിഷൻ സ്കീം പിന്തുടരുന്നവർക്ക് യാതൊരു കാരണവശാലും അങ്ങനെ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കണം. 10,000 രൂപയാണ് എന്റെ കടയിലെ കച്ചവടമെങ്കിൽ ഡെയിലി 1000 രൂപ ടാക്സ് അടയ്ക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒരു കസ്റ്റമറും എനിക്ക് ആ പൈസ തരുന്നില്ല. ചാറ് പൊറോട്ട കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കൊടുത്തോ, നിങ്ങൾ കൊടുത്തോ, ഒരു കുഴപ്പമില്ല. ഞാൻ വീണ്ടും പറയുക. രണ്ടാമത്തെ സ്കീമാണ് റെഗുലർ സ്കീം. 1.5 കോടി രൂപയ്ക്ക് മേൽ സെയിലുള്ളവർക്ക് റെഗുലർ സ്കീം പിന്തുടരാം. ഇതിലെല്ലാം സെയിൽ ടാക്സിന്റെ ബില്ലുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായി നിങ്ങൾ എഴുതണം. അതിനകത്ത് നിങ്ങൾക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. കസ്റ്റമറുടെ കയ്യിൽ നിന്നും പൈസ കളക്ട് ചെയ്യാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യാതൊരു കാരണവശാലും കളക്ട് ചെയ്തതിൽ നിന്നും 1 രൂപ പോലും സ്വന്തം ആവശ്യത്തിന് എടുക്കരുത്. കൃത്യമായി ഗവൺമെന്റിൽ 21 ദിവസത്തിനകം കൃത്യമായി നിങ്ങൾ അക്കൗണ്ട് ഫയൽ ചെയ്തിരിക്കണം. കോമ്പോസിഷൻ സ്കീമിൽ 3 മാസം കൂടുമ്പോഴാണ് നിങ്ങൾ അക്കൗണ്ട് ഫയൽ ചെയ്യേണ്ടത്. കൃത്യമായി ഫയൽ ചെയ്യുമ്പോൾ അത് സംഭവിക്കാവുന്ന കാര്യം, ഇപ്പം പലർക്കും പ്രശ്നമില്ല. പല കസ്റ്റമറും കഴിക്കാൻ വരുമ്പോൾ എന്റെ കടയിൽ വരുമ്പോഴത്തേക്കിനും പൊറോട്ടയുടെ എല്ലാ ബില്ല് 50 രൂപ എന്ന് വിചാരിക്കുക. ബിജോയുടെ കടയിൽ വരുമ്പോൾ ബിജോയി റെഗുലർ സ്കീമിലാണ്. ബിജോയി 50 രൂപയ്ക്ക് മേലുള്ള ഒരു 5% ടാക്സ് കൂടെ അടച്ചു വരിക്കുന്നു. 2 രൂപ വീണ്ടും ബിജോയുടെ കടയിൽ കൊടുക്കും. അപ്പൊ അത് വാങ്ങുന്ന കസ്റ്റമർ നോക്കുമ്പോൾ ഇതിനകത്ത് പകുതി പൈസ കേന്ദ്രത്തിലേക്കും പകുതി പൈസ കേരളത്തിലേക്കും കൊടുക്കുന്നതായി ബില്ല് കളക്ട് ചെയ്തിരിക്കുന്നു. എന്റെ ഇത് വാങ്ങി അവന് കയറാൻ ഒരു മടി തോന്നും. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ കസ്റ്റമർ കാണിക്കുന്നില്ല. അവർക്കറിയാം ഫുഡിന് ടാക്സ് ഉണ്ട്. അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗമാണ് നിങ്ങളുടെ ടാക്സ് കൺസൾട്ടന്റുമായിട്ട്. ഇപ്പം ബിൽപുട്ടി ഞാൻ ഇറക്കിയ ബില്ലില് വെള്ളത്തിന്റെ ബില്ലില് 185 രൂപ എഴുതിയിരിക്കുന്നത്. എന്ത് ടെക്നിക്കാണ് പ്രയോഗിച്ചതിനകത്ത്? അതിനകത്ത് അവൻ പ്രയോഗിച്ച ടെക്നിക്കതിന്റെ അളവ് കാണിച്ചിട്ടില്ല. നിങ്ങളൊരു കേസ് ഫയൽ ചെയ്താൽ 5 ലിറ്റർ വെള്ളമാണ് നമുക്ക് കോടതി സുഖമായിട്ട് വാദിക്കും. 1 ലിറ്റർ വെള്ളം നമുക്ക് കാണിച്ചിട്ടുണ്ടോ? ആ ബില്ല് കാണിച്ചിട്ടില്ല. ആ ബില്ല് ഡ്രിങ്കിംഗ് വാട്ടറിനെ കാണിച്ചിട്ടുള്ളൂ. വെള്ളത്തിന്റെ അളവ് കാണിച്ചിട്ടുണ്ടോ? നോക്കിക്കോടുത്ത് കാണിച്ചിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ബില്ല് കൃത്യമായി വേണേ കാണിക്കാം. ഓൾ ടാക്സസ് ആർ ഇൻക്ലൂസീവ് എന്ന് വേണമെങ്കിൽ പ്രിന്റ് ചെയ്താൽ CGST KGST സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാതെ കാണിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, എന്താണ് ഞാൻ ഏതിലെടുക്കണം? രണ്ടിലും രണ്ടിന്റേതായ കുഴപ്പങ്ങളുമുണ്ട്, രണ്ടിന്റേതായ ഗുണങ്ങളുമുണ്ട്. കോമ്പോസിഷൻ സ്കീം എടുത്ത ഒരു കസ്റ്റമറും അല്ലെ ഒരു കടക്കാരനും വളരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിന്റെ പ്രാധാന്യം. കാര്യം അവന്റെ മാക്സിമം കച്ചവടം ആനുവൽ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെ അവൻ നിർത്തിയിരിക്കണം. 1.5 കോടി രൂപയ്ക്ക് താഴെ അവന് ഒരു വർഷം കച്ചവടം. അപ്പൊ ഓരോ തവണയും നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാണ്. നമ്മൾ ടേൺ ഓവർ കൃത്യമായി വേണ്ടി പോകുന്നുണ്ടോ എന്നൊരു ടെൻഷൻ നമുക്കുണ്ടാവും. കസ്റ്റമറെ നമ്മൾ പൈസ വാങ്ങുന്നില്ല. ഈ 1.5 കോടി രൂപയുടെ 5% ആണ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടച്ചു പോകുന്നത്. റെഗുലർ സ്കീമിലാണെങ്കിൽ വളരാൻ ഉദ്ദേശിക്കുന്ന ഏത് കടക്കാരനും റെഗുലർ സ്കീം തന്നെ പിടിക്കുന്നതാണ് നല്ല കാര്യം. ഈ വാടകയ്ക്ക് മേൽ GST ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന പൈസ ലാഭമാണ്. ലാഭം എന്നല്ല പറയുന്നത്, അത്രയും ബാധ്യത നമുക്ക് കുറക്കും. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് തീർച്ചയായും ഈ പറയുന്ന ടാക്സ് കളക്ട് ചെയ്യാം. ഓർക്കുക, ഒരു ബില്ലും നഷ്ടപ്പെടരുത്. നമ്മളെ പർച്ചേസ് ബില്ലുകൾ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. കൃത്യമായി തന്നെ വാങ്ങുന്ന ടാക്സ് അടച്ചു പോകണം. ഈ കോമ്പോസിഷൻ സ്കീം എടുത്ത ഒരാൾക്ക് പിന്നീട് ഇത് ചേഞ്ച് ചെയ്ത് റെഗുലറിലേക്ക് മാറ്റണം. എനിക്ക് വളരാൻ ആഗ്രഹമുണ്ട്, കസ്റ്റമറിൽ നിന്ന് ഞാൻ പൈസ കളക്ട് ചെയ്യാൻ ആഗ്രഹിച്ചാൽ മാറാൻ സാധിക്കുമോ? കോമ്പോസിഷൻ സ്കീം 5% എടുത്തവർക്ക് റെഗുലറിലേക്ക് മാറാൻ സാധിക്കുമോ? 1.5 കോടിക്ക് മേളിൽ കച്ചവടമാണെന്ന് അറിയോ? സാധിക്കും. നമ്മൾ മാർച്ച് മാസങ്ങളിൽ അതിന്റെ കൃത്യമായ ഓഡിറ്റിംഗ് കൊടുത്ത് നമുക്ക് റെഗുലർ സ്കീമിലേക്ക് വേണമെങ്കിൽ മാറാൻ സാധിക്കും. നമ്മുടെ ടാക്സ് പ്രാക്ടീഷണറുമായിട്ട് കൺസൾട്ട് ചെയ്താൽ മതി. പക്ഷേ റെഗുലർ വൺസ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കോമ്പോസിഷൻ സ്കീമിലേക്ക് പോകാൻ പറ്റുമോ? ജീവിതത്തിൽ ഒരിക്കലും പറ്റില്ല. തിരിച്ച് കോമ്പോസിഷൻ സ്കീമിലേക്ക് നമുക്ക് മാറാൻ പറ്റില്ല. ഇതൊക്കെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇനി നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം വാടകയ്ക്ക് മേൽ 18% GST വരികയാണ്. ഈ 18% GST വരുമ്പോൾ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? 1 ലക്ഷം രൂപ വാടക കൊടുക്കുന്ന ഒരാള് 18,000 രൂപ GST അടച്ചിരിക്കണം അഡീഷണൽ ആയിട്ട്. ബിൽഡിംഗ് ഓണറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളെ കോമ്പോസിഷൻ ആയാലും റെഗുലർ ആയിട്ട് അടച്ചിരിക്കും. അവിടെയും ഒരു കെണിയുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്കായി അവിടെ ഒരു കെണി ഒരുക്കിയിരിക്കുന്നത്. എന്താണ്? നമ്മുടെ ബിൽഡിംഗ് ഓണർ സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ ഒരാളാണെങ്കിൽ, മറ്റ് ഇരുമ്പുകടയ്ക്കോ മറ്റു കടക്കാർക്കോ റെഗുലറിലുള്ളവരാണെങ്കിൽ അവർക്ക് RCM എന്ന വഴി സിസ്റ്റം വഴി, അതായത് നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാവുന്ന രീതിയിൽ അവർക്ക് അടുത്ത ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ അടച്ച 18% തിരിച്ച് റിവേഴ്സ് ആയിട്ട് അവർക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. നിർഭാഗ്യവശാൽ നമ്മളെല്ലാം സർവീസ് സെക്ടറിലായതുകൊണ്ട് ഒരു ഹോട്ടലുകാർക്കും ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കില്ല. അത് കോമ്പോസിഷൻ സ്കീം ആയാലും ശരി റെഗുലർ സ്കീം ആയാലും ശരി 5 പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇത് അടച്ചേ പറ്റുകയുള്ളൂ. അപ്പൊ ചോദിക്കാം,
എന്റെ സ്വന്തം സ്ഥലത്ത് എന്റെ ഭാര്യ കച്ചവടം തീർന്നു, എനിക്ക് പേടിക്കാനില്ല. പേടിക്കാനുണ്ടോ? എന്റെ ബിൽഡിങ്, എന്റെ സ്ഥലം, എന്റെ കട കച്ചവടം ചെയ്ത എന്റെ ഭാര്യയുടെ പേരിൽ ലൈസൻസ്, പേടിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഞാൻ അടയ്ക്കണോ GST? വേണ്ട. അവിടെ നിങ്ങൾക്ക് തെറ്റി. അവിടെ സർക്കാർ അസസ് ചെയ്യും നിങ്ങളുടെ വാടക. സർക്കാർ അസസ് ചെയ്യുന്ന വാടകയിൽ വെച്ച് നിങ്ങൾ 18% നിങ്ങൾ GST അടയ്ക്കണം. പറഞ്ഞത് മനസ്സിലായോ? എന്റെ ബിൽഡിങ്, എന്റെ സ്ഥലം, പക്ഷെ ലൈസൻസ് എന്റെ ഭാര്യ കട നടത്തുന്നു. ഭാര്യ 18% കമ്പൽസറി ആയിട്ട് അടച്ചിരിക്കണം. ഏത് വാടക? നാട്ടു നടപ്പുള്ള വാടക GST ഡിപ്പാർട്ട്മെന്റ് അസസ് ചെയ്ത് നിങ്ങൾക്ക് തരും. അതിന്റെ 18% അസസ് ചെയ്യണം. ഇനി പറ, നാളെ ആയിരുന്നു GST സമരം നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾ വരുമായിരുന്നോ? ഇത്രയും മനസ്സിലായതിലേക്ക് വരും. ഒരു കാര്യം മനസ്സിലാക്കണം, കോമ്പസിഷൻ സ്കാമിൽ തിരുവനന്തപുരം സാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, 3% ആണ് കോമ്പസിഷൻ സ്കീമിൽ സ്വർണ്ണക്കടക്കാർക്ക്. സ്വർണം എന്ന് പറയുന്ന ലാഭമുള്ള കച്ചവടം ചെയ്യുന്ന സ്വർണ്ണക്കടക്കാർക്ക് കോമ്പസിഷൻ സ്കീമിൽ ആകെ അടക്കേണ്ട ടാക്സ് 3% ആണ്. രാവിലെ മുതൽ അന്നം വിളമ്പുന്ന, പട്ടിണി മാറ്റുന്ന ഹോട്ടലുകാർക്ക് അടക്കേണ്ടത് ഫുഡിന് 5% ആണ്. എന്തൊരു നീതി, എന്തൊരു ന്യായം! ഇത് കൃത്യമായി തന്നെ നമ്മുടെ സംസ്ഥാന നേതൃത്വം തിരിച്ചറിയുകയും വളരെ നല്ല രീതിയിൽ ഒരു പരാതി ഇത് നിലവിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നു എന്നറിഞ്ഞ ആ സമയം തന്നെ ആരാധ്യായ ധനകാര്യമന്ത്രി, ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അയച്ചു നൽകി. തീർച്ചയായിട്ടും അതിന്റെ റിപ്ലൈ നമുക്ക് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ മാഡത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചു. നിങ്ങളുടെ ഈ പരാതി ഗൗരവപരമായ പല കാര്യങ്ങളുണ്ട്, ഇത് പഠിക്കുവാൻ ധനകാര്യ മന്ത്രാലയത്തിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് പ്രത്യാശ ഉളവാക്കുന്ന ഒരു വാക്ക് ഡൽഹിയിൽ നിന്ന് സംഘടനയുടെ ഇടപെടൽ മൂലം നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വിവരം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. എത്രത്തോളം പ്രാക്ടിക്കൽ ആകും വരത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് രീതിയിൽ ഇതിനെ കാണാം. നോർത്തിൽ ഒരു സിസ്റ്റവും സൗത്തിൽ ഒരു സിസ്റ്റവുമാണ്. ഞാൻ പല യൂണിറ്റുകളിലും പറഞ്ഞു, ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള ഒരു സോൺ എന്ന് പറയുന്ന സൗത്ത് സോൺ ആണ്. അത് പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് പൈസ നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് മലയാളികളാണെന്ന് തന്നെ പറയാം. നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെയിനിൽ ആളുണ്ട്, പക്ഷെ എത്ര പേര് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ഇപ്പൊ ബിൽബുട്ടിച്ചായ പറഞ്ഞ പോലെ ബോംബെയിലേക്ക് കച്ചവടം കണ്ടില്ലേ? ഡൽഹിയിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോ അന്ന് അവിടുത്തെ കടക്കാരനോട് GST-ക്കെതിരെയാണ് നിങ്ങൾ സമരം ചെയ്യാൻ വന്നത്, എന്താണ് അതെന്ന് ചോദിച്ചു. പുള്ളി ബില്ലിൽ എഴുതി തന്നു പേന കൊണ്ട് GST എന്നും പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിൽ 500 മീറ്റർ അകലെയുള്ള കടയിൽ. അപ്പൊ അവിടെ പോലും ഇത് പ്രാക്ടിക്കൽ അല്ല. ഇവിടെ ഒരു നിയമം അവിടെ പാസ്സാക്കാൻ ആലോചിക്കുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ നേരെ ഇറങ്ങുവാണ്, അല്ലെ നമ്മുടെ നേരെ ഇറങ്ങുവാണ്. ഹോട്ടലിന്റെ വാതിൽക്ക് രാവിലെ വരിക പിച്ചാത്തി കത്തിയായിട്ട്. അത് കൃത്യമായ രീതിയിൽ ഇൻസ്പെക്ഷൻ നടക്കുന്ന ഒരു നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുന്നതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. കൃത്യമായ രീതിയിൽ ഇൻസ്പെക്ഷൻ നടക്കുന്നു, കൃത്യമായ രീതിയിൽ ടാക്സ് അടയ്ക്കുന്നു. എത്ര ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരാണ് നമ്മുടെ കടയിൽ വന്ന് കയറുന്നത്. ഇതൊന്നും അറിയാത്ത അനധികൃത വ്യാപാരശാലകൾ ഇവിടെ തിങ്ങി നിറഞ്ഞ് വളരുന്നുകൊണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇന്നിപ്പോ ഞങ്ങള് KSRTCയുടെ സമരം വന്നു കഴിയുമ്പോൾ ഞാനും അൻസാരും കൂടെ വരുമ്പോ PWD ഓഫീസിന്റെ വാതിക്കെ എന്റെ സ്ഥാപനങ്ങളുടെ തൊട്ടടുത്താണ് പുതിയൊരു കട, ബജറ്റ് കട വന്നിരിക്കുന്നു. PWD എഞ്ചിനീയർ ചേർന്ന് അതിനകത്തോട്ടാണ്. KSRTCയുടെ തൊട്ട് താഴെ കോട്ടയം PWD റോഡല്ലേ, അവർക്ക് എടുത്തു മാറ്റാൻ പറയരുതോ? പറയില്ല സുഹൃത്തുക്കളെ. കാര്യം ഇതിന്റെയൊക്കെ പിന്നിൽ പിന്തുണ നൽകുവാൻ 100 കണക്കിന് ആൾക്കാർ അവർക്കുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആകെ ഉള്ളത് നിങ്ങളുടെ KHRA മാത്രമേ. അതിന് സംഭവിക്കുന്നതല്ല, മാസം വരുമ്പോ കടയിൽ ആളില്ല, പോയിട്ട് പിന്നെ പോവാം. ജില്ലാ സമ്മേളനം എന്തിനാ? ജില്ലാ സമ്മേളനം നേതാക്കന്മാർക്ക് സ്റ്റേജിൽ പ്രസംഗിക്കാനാണോ? ഒരു ജില്ലാ സമ്മേളനം വരുമ്പോൾ നമ്മുടെ ശക്തി പ്രകടനമാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ ജില്ലാ സമ്മേളനം ചങ്ങനാശ്ശേരിയിൽ എത്ര പേരുണ്ടായിരുന്നു? പാലായിൽ ഒന്ന് കൈവക്കിക്കേ, കൊള്ളായിരുന്ന പരിപാടി. അപ്പൊ അത്രയും മന്ത്രിമാരെയൊക്കെ കൊണ്ടിരുന്നു. ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഇവിടെ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? പങ്കെടുത്തവരുണ്ടോ? ഇത്തവണ പങ്കെടുക്കണം നിങ്ങൾ. ഫെബ്രുവരി 14 മുതൽ ധനകാര്യമന്ത്രിയെ, ഇന്ത്യൻ ധനകാര്യമന്ത്രിയെ നമ്മുടെ വേദിയിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ജനുവരി 31 നടത്താൻ വരുന്ന സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത്ര സീരിയസ് ആയിട്ടാണ് സംഘടന ഈ പ്രശ്നത്തെ കണ്ടിരിക്കുന്നത്. 90% മാഡത്തെ കൊണ്ടുവരാൻ പറ്റും. നമ്മളെ ശ്രമിക്കാൻ കഴിവുള്ള ഒരു ധനകാര്യമന്ത്രിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ കൊണ്ടുവന്ന് കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ നേരിൽ പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള ഒരു ദൗത്യം ആണ് നമ്മളിലുള്ളത്. ദൈവം നമ്മുടെ കൂടെ തീർച്ചയായിട്ടും മാഡത്തെ അത് ബോധിപ്പിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്ന ഈ ബുദ്ധിമുട്ടി മാറ്റിയെടുക്കുവാനായിട്ട് സംഘടനയ്ക്ക് കാര്യം. തികച്ചും ഇന്നിവിടെ വന്നിരിക്കുന്ന ഇത്രയും നല്ലൊരു ആൾക്കാർ ഇവിടെ എത്തി. ബിബിന്റെയും ബിജോയുടെയും മറ്റേ ദേവചാച്ചന്റെയും ബേബിച്ചാന്റെയും ഒക്കെ പ്രവർത്തനം ഒരു നല്ല ടീമൊക്കെയാണ് പാലായിലുള്ളത്. ഇവിടെ വന്നു ചേർന്നാൽ നിങ്ങളെ എല്ലാവരും ഞാൻ ശാസിച്ച എല്ലാവരോട്ടോ രാവിലത്തെ പ്രസംഗത്തിൽ രാവിലത്തെ ധർണയുടെ കാര്യം വിഷമം തോന്നി. കാര്യം നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ദൂരം നിങ്ങൾ ഇപ്പൊ അതും കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നിരിക്കുക. കടയിട്ടാൽ ഇത്രയും ആൾക്കാർ. ഇന്ന് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ
കമ്മ്യൂണിറ്റി കിച്ചൺ നടക്കണമെന്നപ്പോൾ ആരാധനായ മുഖ്യമന്ത്രിയും 5 മന്ത്രിമാരും താക്കോല് കൈമാറിയത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾക്കാണ്. അന്തസ്സായിട്ട് 2.5 കോടി ഭക്ഷണപ്പൊതികൾ ആ നയാ പൈസ വാങ്ങാതെ 2.5 കോടി ഭക്ഷണപ്പൊതികൾ അവിടെ വിതരണം ചെയ്യുകയും 46 ദിവസം അടുക്കളയിൽ പണിയാൻ പാലായിൽ ഉൾപ്പെടെയുള്ള കോട്ടയത്തും ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ പോയി. ഞങ്ങൾ 5 ദിവസമേ പണിതുള്ളൂ. 46 ദിവസം കോഴിക്കോട്ടും വയനാടും മലപ്പുറത്തുമുള്ള ചുണക്കുട്ടന്മാർ അവിടെ അടുക്കളയിൽ ഒരു ഭക്ഷ്യവിഷബാധ പോലും ഉണ്ടാകാതെ പറഞ്ഞ ആഹാരം ബിരിയാണിയെങ്കിൽ ബിരിയാണി കണ്ണിൽ ഈർക്കിലി വെച്ച് നിന്ന് ഉണ്ടാക്കി കൊടുത്തെന്നുള്ളത് അഭിമാനപൂർവ്വം തന്നെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. വേറൊരു സംഘടനയ്ക്ക് അത് സാധിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്